ഗൈസ്, വെൽക്കം ടു സൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ സെപ്റ്റംബറിൽ എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ബുൾ മാർക്കറ്റിൻ്റെ ഒരു കുറച്ച് മന്ത് എന്ന് പറയാം. അതായത് സെപ്റ്റംബർ നമ്മൾ ഹാൾവിങ്ങിന് ശേഷം 546 ദിവസം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ഒക്ടോബർ 13. അപ്പോൾ ഈ സെപ്റ്റംബർ ഒക്ടോബർ എന്നീ 2 മാസം നമ്മളെപ്പോഴും പണ്ട് മുതലേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വെയിറ്റ് ചെയ്യുന്ന മന്തുകളാണ്. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. കറൻ്റ്ലി BTC എന്നാലോ ഒരു വോളറ്റൈൽ ഏരിയയാണ്, ആൾട്ടും വോളറ്റൈൽ ഏരിയയാണ്. നമുക്കറിയാം റേറ്റ് കട്ട്സ് സെപ്റ്റംബറിൽ വരുമോ അല്ലെങ്കിൽ ഒക്ടോബർ ആണോ എന്നുള്ളത്. റേറ്റ് കട്ട്സിൻ്റെ ഇന്നലത്തെ ഡാറ്റ പ്രകാരം 97% സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. റേറ്റ് കട്ട്സ് വരികയാണെങ്കിൽ ആയിരിക്കണം ആ ഫൈനൽ പുഷ് ഉണ്ടാവുക. അതിന് വളരെ സാധ്യതയുണ്ട്. കാരണം റേറ്റ് കട്ട്സ് വരുന്നതോടുകൂടി ഒരുപാട് മാർക്കറ്റിലേക്ക് ലിക്വിഡിറ്റി വരികയും ക്രിപ്റ്റോക്ക് വളരെ ബുള്ളിഷ് ആവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഇത് നമുക്കറിയാം, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ തന്നെ ബുൾ മാർക്കറ്റിൽ ക്രിപ്റ്റോ വേൾഡിന് വേണ്ടിയിട്ട് ഓരോ ഈവൻറ്റ്സ് വരുന്ന പോലെയാണ്. ഇനി റേറ്റ് കട്ട്സ് ഇല്ലാണ്ട് ഒക്ടോബറിലാണെങ്കിൽ ചിലപ്പോൾ ഈ മന്തിൽ ആ ഒരു ഫൈനൽ റീട്രേസിൻ്റെ വോൾട്ടിലിറ്റി 105 മാക്സിമം 100K വരെ മാർക്കറ്റിനെ കൊണ്ടെത്തിക്കാൻ വെയിൽസ് ശ്രമിക്കും. എപ്പോഴും അങ്ങനെ തന്നെയാണ്. 70K 100K എത്തുന്നതിന് മുമ്പ് 48K, അതേസമയം 124 എത്തുന്നതിന് മുമ്പ് ഒരു 98K. ഇത് എപ്പോഴും മാർക്കറ്റ് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ അടുത്ത റാലി അതായത് ഹിസ്റ്റോറിക്കലി അടുത്ത റാലി വരും എന്നുള്ള ഉറപ്പിക്കുന്ന സമയത്ത് ഒരു ഫൈനൽ കറക്ഷൻ ഉണ്ടാക്കി എല്ലാവരെയും ലിക്വിഡേറ്റ് ആക്കിയിട്ട് മാർക്കറ്റ് പൊന്തുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇനി അതിൽ വീണ് പോകരുത്. ഇനിയുള്ള വിഷയം എന്ന് പറയുന്നത് ബുൾ മാർക്കറ്റ് പീക്കാണ്, സെല്ലിംഗ് ഓഫ് പ്ലാനാണ്, ഏതെല്ലാം കോയിനാണ് എല്ലാം നമുക്ക് ധാരണയുണ്ട്. ലിങ്ക്, CRO, ഡോജ്, ഷിബ്, അങ്ങനെ കുറേ കോയിൻസ് നമ്മൾ പറഞ്ഞു തന്നെയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ബൈ ചെയ്യാനൊരു മടി. ഇപ്പം നമ്മളെ മീം കോയിനായ NPC ഉണ്ട്, ആരും ചോദിക്കൂല ബൈ ചെയ്യണമെന്ന്. ഇപ്പോൾ ആരും ചോദിക്കൂല. പക്ഷേ NPC ഒരു 100% കയറുമ്പോൾ നമുക്ക് വീണ്ടും ബൈ ചെയ്യാനുള്ള തോന്നലുണ്ടാവും. അത് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇനി പീക്കാകുന്ന സമയത്ത് നമുക്ക് ബൈ ചെയ്യാൻ നല്ല ത്വരയുണ്ടാവും. അന്നേരം ബൈ ചെയ്യാൻ നിൽക്കരുത്. നമ്മളിപ്പം ഈ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ലെങ്കിൽ അതായത് ഞാൻ പറയുന്ന പോലെ ഫൈനലിന് മുമ്പ് എന്ത് വന്നാലും ഓപ്പർച്യൂണിറ്റി, അതിന് ശേഷം ബൈ ചെയ്യുന്നില്ല, സെല്ലിംഗ് ആണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതൊക്കെ വെച്ച് ഇനി ഇന്ത്യൻ പൊളിറ്റിക്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സ്, വേൾഡ്. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റഷ്യ, ചൈന, ഇന്ത്യ കുറച്ച് പിക്ചേഴ്സ് കാണുന്നു. ട്രംപ് അതിൽ ഭയങ്കരമായിട്ട് ഇന്ന് തന്നെ ട്രംപിൻ്റെ ട്വീറ്റ് കണ്ടാൽ അറിയാം ട്രംപ് ഓക്കെ അല്ല എന്നറിയാം. ഇന്ത്യയിൽ അത്രയും താരിഫ് വെച്ചു. ഇന്ത്യ ഒരു ആൾട്ടർനേറ്റീവ് ശക്തി അവിടെ വരുന്നുണ്ട്. ശരിക്കും ചിന്തിക്കുമ്പോൾ ഓക്കെയാണ്. നമ്മൾ ചൈനയിലേക്ക് തിരിച്ചു പോയി എന്ന് പറയുന്നത് ചിന്തിക്കുമ്പോൾ ഓക്കെയാണ്. എന്നാൽ പോലും നമ്മൾ പൂർണ്ണമായിട്ടും ചൈനയിലേക്ക് പോകാനായിട്ടില്ല. പക്ഷെ എന്തിനാണ് നമ്മളിപ്പോൾ ചൈനയിലേക്ക് പോകുന്നത്, എന്താണ് അവിടെയുള്ള സാധ്യത എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണം. എങ്ങനെയാണ് ചൈനയുമായിട്ട് അടുത്താൽ ഇന്ത്യക്കുള്ള ഗുണങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളായിട്ട് ഇപ്പോൾ ചൈനയുടെ എക്കണോമിക്സ് നോക്കിയാൽ നമുക്കറിയാം വേൾഡിലേക്ക് പല രാജ്യങ്ങളും, ഇപ്പോൾ ആപ്പിളായാലും പല കമ്പനീസൊക്കെ ചൈനയിലായിരുന്നു പ്രൊഡക്ഷൻ. എന്തിനാ അവർ ചൈനയെ പ്രൊഡക്ഷൻ ഉദ്ദേശിക്കാൻ കാരണം? ഒന്ന് അവിടെയുള്ള സ്പേസും പിന്നെ ലേബർ ചാർജും അവിടുത്തെ മറ്റേ എക്യുപ്മെൻസിൻ്റെ ഒക്കെ ചെറിയ പൈസ. ഉദാഹരണത്തിന് ഇതൊന്നും പോരാ, ഏത് കമ്പനി, നൈക്ക് ആയാലും ആഡിഡാസ് ആയാലും ഏത് വലിയ വലിയ കമ്പനീസൊക്കെ അവിടെ വന്ന് മാനുഫാക്ചർ ചെയ്യുന്നു. അസംബിൾഡ് ഇൻ നമുക്കറിയാം സിംഗപ്പൂർ ആയിരിക്കാം, അമേരിക്ക ആയിരിക്കാം, ജർമ്മനി ആയിരിക്കാം. അവരൊക്കെ ചൈനയെ മാനുഫാക്ചറിന് സെലക്ട് ചെയ്തു. എന്തുകൊണ്ട്? ചൈനയാണ് ഈ പറയുന്ന പോലെ ചീപ്പ് ലേബർ. അപ്പോൾ അവർക്കൊരു ബ്രാൻഡഡ് സാധനം ഹൈ ക്വാളിറ്റിയിൽ ചെറിയ റേറ്റിന് ഉണ്ടാക്കി വലിയ റേറ്റിന് മറ്റുള്ള രാജ്യത്തിന് വിൽക്കാൻ പറ്റും. നമുക്ക് കാലങ്ങൾ ഇങ്ങോട്ട് എത്തിയപ്പോൾ ചൈന എന്ന് പറയുന്നത് പഴയ രീതിയിലുള്ള ലേബർ കോസ്റ്റ് അല്ല. ചൈനയുടെ ജീവിത സാഹചര്യം വലുതായി, ചൈനേൻ്റെ ലൈഫ് ക്വാളിറ്റി വലുതായി, അവിടുത്തെ ശമ്പളം വലുതായി. അങ്ങനെ അവിടെയുള്ള എന്തുണ്ടായി, അവിടെയുള്ള ലേബർ ചാർജും പ്രൊഡക്റ്റ് ചാർജൊക്കെ കൂടി വരുന്ന സമയമാണ് ഇപ്പം. അപ്പം ചൈന എന്ത് ചെയ്തു, അവർ ഫോക്കസ് ചെയ്ത് വലിയ വലിയ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഫോക്കസ് ചെയ്തു. പണ്ടൊക്കെ ചെറിയ കാര്യങ്ങളായ ഷൂസ് അല്ലെങ്കിൽ ചെറിയ നമ്മളെ ഡെയിലി ലൈഫിൽ വേണ്ട പ്രൊഡക്റ്റുകളാണ് ചൈനയിൽ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ BYD പോലുള്ള ഇലക്ട്രിക് വെഹിക്കിൾ അല്ലെങ്കിൽ വലിയ സെമി കണ്ടക്ടേഴ്സ്, അങ്ങനെ വലിയ പ്രൊജക്റ്റാണ് ചൈനയിൽ ഉണ്ടാക്കുന്നത്. അതേ സമയത്ത് അന്ന് ചൈന കൈയേറിയ ചെറിയ പ്രൊഡക്റ്റ് ചെറിയ ലേബറിൽ ഇപ്പോഴും കമ്പനീസിന് ഉണ്ടാക്കണം. അപ്പോഴാണ് അവർ ഇന്ത്യ പോലുള്ള
അല്ലെങ്കിൽ ഈ വിയറ്റ്നാം പോലുള്ള അല്ലെങ്കിൽ ബംഗ്ലാദേശ് പോലുള്ള കൺട്രീസിനെ നോക്കുന്നത്. കാരണം അങ്ങനെയാണ് കുറേ കമ്പനീസ് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചൈനയായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ചെറുകിട കണക്ഷൻസൊക്കെ ഇന്ത്യയിലേക്കും വലിയ വലിയ മറ്റേത് ചൈനയും കൂടി ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഈ പറയുന്ന അന്ന് ചൈന ഈ പറയുന്ന ചെറിയ ചെറിയ പ്രൊഡക്ഷൻ ക്വാളിറ്റി സാധനങ്ങൾ ഉണ്ടാക്കി അവരുടെ എക്കണോമിക്സ് ഇത്ര വലുതാക്കാൻ പറ്റിയ പോലെ ഇന്ത്യക്കും അതൊരു വലിയ സാധ്യത ഉണ്ടാക്കും. ഉദാഹരണത്തിന് തന്നെ അമേരിക്ക പോലുള്ള കൺട്രീസ് ഇപ്പോൾ ടാരിഫ് ആക്കിയ സ്ഥിതിക്ക് ഇന്ത്യക്ക് ഇന്ത്യൻ്റെ പ്രൊഡക്റ്റ് മറ്റുള്ള രാജ്യത്തേക്ക് എത്തിക്കാനും ആ ട്രേഡ് സഹായങ്ങളൊക്കെ എന്ത് ചെയ്യപ്പെടണം, ഇതുമൂലം ഗുണകരമാവുമെന്ന് തന്നെയാണ്. അപ്പോൾ ഇത്തരം ഒരു സമവാക്യവും അൾട്ടിമേറ്റ് ഇന്ത്യക്ക് ഗുണം തന്നെയാണ്. വേൾഡിനും വലിയ മോശമൊന്നും ഉണ്ടാവില്ല. കാരണം ഇന്ത്യ പോലുള്ള കൺട്രീസിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരിക, ഇന്ത്യ ചൈന എന്ന് പറയുന്ന ഏറ്റവും വലിയ ജനങ്ങൾ പോപ്പുലേഷനുള്ള കൺട്രീസ് ഒരുമിച്ച് നിൽക്കുന്നത് വേൾഡ് എക്കണോമിക്സിനും നല്ല തന്നെയാണ്. ഇനി ഇന്ത്യൻ എക്കണോമിക്സിൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ വരികയാണെങ്കിൽ എത്തനോൾ ബ്ലെൻഡിങ്, പെട്രോൾ 80% പെട്രോളും 20% എത്തനോളും വരുന്ന രീതി വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഡെമോക്രസിക്ക് വലിയൊരു അടി തന്നെയാണ്. കാരണം നീ ചിന്തിച്ച് നോക്കിയാൽ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക, അത് നമ്മളെല്ലാവരും അത് ചെയ്യുക എന്ന് പറയുന്നത് ഭാവിയിൽ ഇനിയിപ്പം 80% ഉള്ളത് ഇനി 70 ആവും, അതിലും ബിലോ ആവാൻ സാധ്യത ഇല്ലാണ്ടൊന്നുമില്ല. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ വോയിസ് ഓവർ ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നം ഇപ്പം നമ്മളെ 2023 മുമ്പുള്ള വണ്ടികൾക്കൊക്കെ സാരമായി ബാധിക്കുന്നത്. ഞാൻ ആ വിഷയമൊക്കെ നിങ്ങളെ പബ്ലിക് ഗ്രൂപ്പിൽ വോയിസ് ഇട്ടുകൊണ്ടാണ് കുറേ ഡീറ്റെയിൽ ആയി പറയുന്നത്. കാരണം എന്ന് പറയാൻ നമുക്കറിയാം പെട്രോളിൻ്റെ പൈസ 15 രൂപയാകുമെന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഇതിനൊരു തുടക്കം നിതിൻ ഗഡ്കരി ഇട്ടത്. അതായത് നിങ്ങൾ എല്ലാവരും അട്രാക്ട് ചെയ്തത്, അത് അടിപൊളിയാണെന്നല്ല. ഉദാഹരണത്തിന് 15 രൂപയാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്. കാരണം എന്താ, കുറച്ച് റെസ്റ്റ് ചെയ്താലും കുറച്ച് മൈലേജ് കുറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. കാരണം 1 ലിറ്ററിന് 15 രൂപ അല്ലെങ്കിൽ 20-25 രൂപയാണ്. നമുക്ക് 100 രൂപക്ക് 4 ലിറ്റർ പെട്രോൾ കിട്ടുന്നുണ്ടെങ്കിൽ 1 ലിറ്റർ മൈലേജ് കുറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല എന്ന് പറയാം. പക്ഷെ ഇന്നിപ്പം ഈ ഒരു സംഭവം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി എത്തനോളിൻ്റെ പൈസ കൂട്ടുകയും സെയിം റേറ്റ് ആവുകയും എന്നിട്ട് മൈലേജ് കുറയാന്ന് പറയുന്നത് പെട്രോളിൻ്റെ പൈസ ഡബിളാക്കുന്ന പോലെയാണ്. അപ്പം അത് വളരെ മോശമായ ഒരു കാര്യമാണ്. നമ്മളും അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവേണ്ട ഒരു വിഷയമാണ്. രണ്ടാമത് വിഷയം എന്ന് പറയുക, എത്തനോള് സപ്ലൈ ചെയ്യുന്നത് ഫാർമേഴ്സിന്. കുറേ ആൾക്കാർ കമൻ്റ് ഇടും അത് ഫാമേഴ്സിനെ സഹായിക്കും. എന്നാൽ ഇത് അൾട്ടിമേറ്റ് ഫാർമേഴ്സിനെത്തും. ഫാർമേഴ്സിനെ സഹായിക്കുന്ന ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ പെട്രോൾ പൈസ കുറക്കാൻ തന്നെ. അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കുറേ കുറക്കാൻ കഴിഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ എത്തനോളിൻ്റെ പൈസ കൂടുകയും അതിൻ്റെ എത്തനോൾ സപ്ലൈ ചെയ്യുന്നത് സെയിം ആൾക്കാരുടെ മകനാണ്, 2 ആൾക്കാരാണെന്ന് പറയുന്നത് വലിയൊരു അഴിമതി തന്നെയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇത്തരം വിഷയങ്ങൾ നമ്മൾ അറിയാതെ പോകരുത്. നമ്മൾ അതിലെന്തെങ്കിലും നമ്മൾ ഓരോരുത്തരുടെയും തീരുമാനങ്ങളും ഇതിൽ ഉൾപ്പെടും. നമ്മൾ ഈ വിഷയത്തിലൊക്കെ ഗൗരവത്തിൽ അറിയേണ്ടതുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ, ഇപ്പോൾ റോഡിൻ്റെ കാര്യമായാലും നാഷണൽ ഹൈവേൻ്റെ വികസനമായാലും നിതിൻ ഗഡ്കരി വളരെ നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു വിഷയം നമ്മൾ എതിർക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. ഇതാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ വിഷയം. വേൾഡ് പൊളിറ്റിക്സിന് ചുറ്റും ക്രിപ്റ്റോ വിഷയം നമ്മൾ 3 കവർ ചെയ്തൊരു വിഷയം. ഓക്കെ, ബൈ.